വിഷു പടിവാതിൽക്കൽ എത്തി നിൽക്കെ നാടും നഗരവും ആഘോഷത്തിനായുള്ള തയ്യാറെടുപ്പിലാണ്. വിഷുവിനോടനുബന്ധിച്ച് പച്ചക്കറി വിപണിയും സജീവമായിരിക്കുകയാണ്. കോഴിക്കോട് നിന്നും ആനന്ദ് പുതൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ഒഴിച്ചുകൂടാനാകാത്ത പച്ചക്കറികൾ, അത് കണിയൊരുക്കാനാകട്ടെ, അതിനുശേഷം വിഷു സദ്യക്കാകട്ടെ, നമുക്കറിയാം പച്ചക്കറികൾ എത്രത്തോളം ഒഴിച്ചുകൂടാനാകാത്തതാണ് എന്നുള്ളത്. വിപണിയിൽ ഈ പച്ചക്കറികൾക്കുള്ള വില നിലവാരം എങ്ങനെയാണ്? ഒപ്പം തന്നെ കണിക്കൊന്ന, ഒപ്പം പുതുവസ്ത്രങ്ങൾ, അങ്ങനെ വിഷു വിപണി, പടക്കം, വിഷു വിപണി ആകെ ഉണർന്നു കഴിഞ്ഞു എന്നറിയാം. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? എന്താണ്? ലക്ഷ്മി, മലയാളികളുടെ വിഷുവിനായിട്ടുള്ള കാത്തിരിപ്പിന് ഈ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ വിഷുവിനോടനുബന്ധിച്ച് തന്നെ മാർക്കറ്റുകളെല്ലാം സജീവമാവുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പച്ചക്കറി മാർക്കറ്റൊന്നായ പാളയം പച്ചക്കറി മാർക്കറ്റിലാണ്. ആളുകൾ കുടുംബത്തോടക്കം തന്നെ എത്തിച്ചേർന്നുകൊണ്ട് നാളേക്ക് സദ്യ ഒരുക്കുന്നതിനുള്ള പച്ചക്കറികൾ വാങ്ങുന്ന ഒരു തിരക്കിൽ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ നിരവധി ആളുകളാണ് ഓരോ മണിക്കൂറുകൾ കഴിയുന്നതോറും മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ കച്ചവടക്കാരായിട്ടുള്ള ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം 2 ദിവസമായിട്ട് നല്ല കച്ചവടം. കഴിഞ്ഞ വർഷത്തേക്കാൾ അപേക്ഷിച്ച് മെച്ചാണോ? കഴിഞ്ഞ വർഷമായിട്ട് വില ഈ പ്രാവശ്യം, ഈ വർഷം ഇപ്പോൾ സാധനം കിട്ടാനില്ല. സാധനം 3-4 ഐറ്റം സാധനം കിട്ടുന്നില്ല. വൈദ്യുത, കരിപ്പ, പയറ്, വെണ്ടക്ക ടൈറ്റാണ് ദിവസം. അങ്ങനെ ഒരു 3 ഐറ്റം കിട്ടാനില്ല. കുറച്ച് രാത്രിയാവും തോറും കച്ചവടം കൂടുന്നുള്ള പ്രതീക്ഷയാണോ? ആള് വരും രാത്രി ആകുമ്പോഴത്തേക്കും. ഈ ചൂട് ബാധിച്ചിട്ടുണ്ടോ? കാര്യം ചൂടാന്നില്ലെങ്കിലേ ബാധിച്ചത്. സമയത്ത് ആളില്ലാത്ത ചൂട്, അതിനെ കൊണ്ടാണ് ഈ സമയത്തൊക്കെ ആളില്ലാത്ത, ഇല്ലെങ്കിൽ ആളുണ്ടാവും. തീർച്ചയായും ലക്ഷ്മി, അവർ പറയുന്ന പോലെ തന്നെ ഈ ചൂടിന്റെ ഒരു പ്രശ്നം പൊതുവെ നിലനിൽക്കുന്നതിന് കൂടി ആളുകൾ കാര്യമായിട്ട് തന്നെ പക്ഷേ എത്തിച്ചേരുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആളുകൾ കണിയൊരുക്കുന്നതിനും മറ്റ് സദ്യ ഒരുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. എല്ലാ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘം തന്നെയാണ് എന്തായാലും മാർക്കറ്റിലേക്ക് എത്തിച്ചേർന്നത്. 2ാം ശനിയാഴ്ചയാണ്, അവധിയാണ്. വിഷു ഇത്തവണ ഞായറാഴ്ചയാണ്. എന്തായാലും തലേ ദിവസമാണല്ലോ വിഷുക്കണി ഒരുക്കാനുള്ള ഒരു നെട്ടോട്ടം. നമ്മൾ ഈ ഉത്രാടപ്പാച്ചിൽ എന്ന ഓണത്തിൻ്റെ ഒരു തിരക്കിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ. പക്ഷേ ആ കച്ചവടക്കാരിയെ ചേച്ചി പറഞ്ഞതുപോലെ അത് ചൂടായതുകൊണ്ട് ഈ നട്ടുച്ച സമയമാണ്. പക്ഷെ വൈകുന്നേരത്തോടെ കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുമെന്നുള്ളത് തന്നെയാണല്ലോ. തീർച്ചയായും ലക്ഷ്മി, അത് തന്നെയാണ് കച്ചവടക്കാരിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഈ ചൂടിന്റെ ഒരു ആധിക്യം തീർച്ചയായും വിപണിയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ ഉച്ച സമയത്ത് ആളുകൾ പൊതുവെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്ന ഒരു സന്ദർഭം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ വൈകുന്നേരത്തോടു കൂടി തന്നെ ആളുകൾ എത്തിച്ചേരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് വ്യാപാരികൾ. എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നേരത്തെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ അപേക്ഷിച്ച് വില കൂടുതലാകുന്നുണ്ട്. അതായത് പച്ചക്കറിക്ക് അടക്കമുള്ള വസ്തുക്കൾക്ക് വില കൂടുന്ന ഒരു പ്രശ്നമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സാധനങ്ങളുടെ ദൗർലഭ്യം തന്നെയാണ്. അത് വിപണിയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കച്ചവടക്കാർ പറയുന്നത്. പക്ഷേ എന്ത് തന്നെയായാലും മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ് വിഷു എന്ന് പറയുന്നത്. വില എത്ര കൂടിയാലും തങ്ങളെ കൊണ്ട് സാധിക്കാവുന്ന തരത്തിൽ ഇതെല്ലാം വാങ്ങി വിഷു സദ്യ ഒരുക്കുന്ന ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ആളുകളുള്ളത്. ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ കച്ചവടം എന്തായാലും പാളയം മാർക്കറ്റിൽ ചൂടിനെ പോലും പ്രതിരോധിച്ചുകൊണ്ട് ഒരുപടി അപ്പുറത്തേക്ക് നടക്കുന്നുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൃഹാതുരത്വത്തിന്റെ ഒരു ഓർമ്മ കൂടിയാണ് വിഷു എന്ന് പറയുന്നത്. അത് കേരളത്തിലെ മലയാളികൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒട്ടാകെ കണി കണ്ടു ഉണർന്ന ഒരു നന്മയുടെ ഒരു ദിവസം തന്നെയാണ് വിഷു. എന്തായാലും ഈ പാളയം മാർക്കറ്റ് സജീവമായിക്കൊണ്ടിരിക്കുന്നു. പാളയം മാർക്കറ്റ് മാത്രമല്ല, സമീപത്തുള്ള പടക്കക്കടകളാവട്ടെ, തൊട്ടപ്പുറത്തുള്ള വസ്ത്ര വ്യാപാരികളാവട്ടെ തീർച്ചയായും സജീവമാവുന്ന ഒരു കാഴ്ച കാണുന്നത്. അതാണ് കാരണം ഈ പ്ലാസ്റ്റിക് കൊന്നപ്പൂവ്, നമ്മൾ ഈ കൊന്നയുടെ പ്രാധാന്യം നമുക്കറിയാം. പ്ലാസ്റ്റിക് കൊന്നപ്പൂവൊക്കെ വിപണിയിൽ ഉണ്ടെങ്കിലും ഒരു പിടിയാണെങ്കിൽ പോലും ഒറിജിനൽ കൊന്ന കിട്ടുന്ന വലിയൊരു സന്തോഷം തന്നെയാണ്. കൊന്നയൊക്കെ 2-3 മാസമായി വലിയ ചൂട് തുടങ്ങിയതോടെ പൂത്തൊല്ലി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് 2 വേനൽ മഴ പെയ്തോടെ കുറേ പൂവൊക്കെ കൊഴിഞ്ഞു പോയി. അങ്ങനെയാണെങ്കിൽ കൂടി തൂശനില, കൊന്നപ്പൂവ്, അപ്പം തന്നെ ഈ പച്ചക്കറികൾ ഉൾപ്പെടെ ഒരു പാക്കേജായി കൊടുക്കുന്ന കടകളും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും ആ തലത്തിലേക്കും ഇപ്പോൾ വിപണി മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ചേട്ടാ, എന്തായി വിഷുവിന്റെ വിഷുവിന്റെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? പച്ചക്കറികളൊക്കെ വാങ്ങി കണി ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. ഇനി കുറച്ചും കൂടി വാങ്ങാണ്ട്. ചൂട് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടോ? നല്ല ചൂടുണ്ട്. നിൽക്കാൻ തന്നെ അമ്മമാര് പോച്ചില്ല. വില എങ്ങനെ സാധാരണ അപേക്ഷിച്ച് കൂടുതൽ? വില നല്ല വിലവാസിയുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച വന്നതിനെക്കാട്ടൊക്കെ ഏറ്റവും കൂടുതൽ വിലയുണ്ട്. അപ്പം ശരിയാ, ഓക്കെ. തീർച്ചയായും നമുക്ക് ഇപ്പോൾ പ്രതികരണം, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ചേട്ടൻ്റെ പ്രതികരണം തന്നെയാണ്
നമ്മൾ കേട്ടത്. വില എന്തായാലും കൂടുന്ന ഒരു പ്രശ്നം സാധാരണക്കാരെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി ഇത്തവണ എല്ലാ തവണത്തെയും പോലെ തന്നെ വിഷു തങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിലേക്ക് ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. അതാണ്, എത്ര വിലക്കയറ്റം ഉണ്ടായാലും സർക്കാർ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയൊക്കെ വെട്ടിക്കുറിച്ചൊരു സാഹചര്യമുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി ഈ ഉത്സവവേളകളിൽ മലയാളി കീശ ചോരുന്നതോ കാലിയാകുന്നതോ നോക്കാറില്ല എന്നുള്ളതാണ്. അത്രയും സമൃദ്ധമായി ആഘോഷവേളകൾ അതങ്ങനെ തന്നെ ആഘോഷിക്കുക എന്നുള്ളതാണ് മലയാളിയുടെ പൊതുവിലുള്ള ഒരു പോളിസി. തീർച്ചയായും ലക്ഷ്മി, നമ്മൾ എടുത്തു പറയേണ്ട ഈ കണി വെള്ളരി എന്ന് പറയുന്നത്, കാരണം ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ കണി വെള്ളരി, അതായത് വിഷുവിനെ കണി വെക്കുന്നതിന് ഭാഗമായിട്ടുള്ള തരത്തിലേക്കുള്ള വെള്ളരികളാണ് ഇത്തവണ വിപണി എന്തായാലും കീഴടങ്ങിയിട്ടുള്ളത്. ഈ സാധാരണ തലത്തിൽ വെള്ളരിക്ക വളരെ നീളത്തിൽ കാണുന്ന സാധാരണ ഘട്ടത്തിൽ തന്നെയാണ്. പക്ഷേ ഈ തവണ വിഷു വിപണികളിൽ സജീവമായിരിക്കുന്ന ഒരു വസ്തുവാണ് ഇപ്പോൾ കാണുന്ന തരത്തിലേക്ക് കണി വെള്ളരി, അതായത് ഉരുണ്ട ആകൃതിയിലുള്ളത്. ഇത് പ്രത്യേകമായി വിഷുവിനെ കണി വെക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള കണി വെള്ളരികൾ മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും വിഷുവിനോടനുബന്ധിച്ച് ചന്തകൾ സജീവമാവുകയാണ്. അത് പച്ചക്കറി ചന്തകളാവട്ടെ മറ്റ് എല്ലാ മാർക്കറ്റുകളും സജീവമാവുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ലക്ഷ്മി.